ഹായ് ഓൾ, ഈഗർ കേരളയുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ എടുക്കാൻ പോകുന്ന ഒരാൾ നിർബന്ധമായും ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. സെക്കൻഡ് ഹാൻഡ് ഫോൺ എടുക്കുമ്പോൾ നമ്മൾ പലപ്പോഴും എന്താണ് നോക്കാറ്, അതിൻ്റെ ബാറ്ററി ബാക്കപ്പ് ഉണ്ടോ, അതിൻ്റെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ സൗണ്ട് സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യാറ്. പക്ഷേ അതിനൊക്കെ മുകളിലായിട്ട് നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ ഈ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ നിങ്ങൾ ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങുന്നത്? ഒരു കടയിൽ നിന്നാണോ, ഒരു പേഴ്സണിൻ്റെ അടുത്ത് നിന്നാണോ, അതല്ലെങ്കിൽ ഓൺലൈനായിട്ടാണോ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങുന്നത്? എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ഈ ഫോൺ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബാൻ ചെയ്തിട്ടുള്ള, അതല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഫോണാണോ, അവർക്ക് കംപ്ലൈൻറ്റ് വന്നിട്ടുള്ള ഫോണാണോ എന്ന് നമ്മൾക്ക് ചെക്ക് ചെയ്യാൻ ഗവൺമെൻറ് തന്നെ നമുക്കൊരു അവസരം തരുന്നുണ്ട്. അപ്പോൾ ഇത് പല ആളുകൾക്കും അറിയത്തില്ല. നമ്മൾ ഫോൺ വാങ്ങിച്ചിട്ട് അതിൽ സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ വാങ്ങിച്ച് പോരാനാണ് പതിവ്. ചില സമയങ്ങളിൽ ഇത്തരം ഫോണുകൾ എവിടെന്നെങ്കിലും മോഷണം പോയി അത് രണ്ടാമത് വിൽക്കാൻ കൂടുന്നതായിരിക്കാം. അപ്പോൾ അത്തരം ഫോണുകൾ, അതല്ലെങ്കിൽ എവിടെയെങ്കിലും നഷ്ടപ്പെട്ട് കിട്ടിയ ഫോണുകൾ അത് റീസെയിൽ ചെയ്യാൻ കൊണ്ടുവന്നതായിരിക്കും. അത്തരം ഫോണുകളാണോ, ഇത് ഗവൺമെൻറ് നോട്ടറി ചെയ്തിട്ടുള്ള ഫോണാണോ എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റായ CEIR.gov.in എന്ന് പറഞ്ഞ ഈ വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അത് നിങ്ങളുടെ ഫോണിലോ ഫോണിലോ എവിടെയെങ്കിലും, ഇപ്പോൾ നിങ്ങൾ ഷോപ്പിൽ പോവുകയാണെങ്കിൽ ഈ CEIR.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആദ്യം നിങ്ങളുടെ ഫോണിൻ്റെ നമുക്ക് കിട്ടുന്ന, നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന ഫോണിൻ്റെ IMEI നമ്പർ ഒന്ന് എടുത്തു വെക്കണം. അപ്പോൾ IMEI നമ്പർ നമുക്ക് എങ്ങനെ കിട്ടും എന്നുള്ളത് ജസ്റ്റ് എൻ്റെ ഫോണൊന്ന് ഇവിടെ ഷോ ചെയ്ത് കാണിക്കാം. ആ IMEI നമ്പർ നിങ്ങൾക്ക് ഇങ്ങനെ *#06# എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ഡയൽ പാഡിൽ *#06# ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ IMEI നമ്പർ നമുക്കവിടെ കിട്ടുന്നതാണ്. ആ IMEI നമ്പർ നിങ്ങൾ എന്തെന്ന് ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മുടെ ഈ വെബ്സൈറ്റിൻ്റെ CEIR.gov.in വെബ്സൈറ്റിലോ, അതല്ലെങ്കിൽ ഇവിടെ ഒരു SMS ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളുടെ മൊബൈലിൽ നോക്കിയാൽ മതി. ഈ SMS ഓപ്ഷൻ നിങ്ങൾ ഇപ്പോൾ എടുത്ത മൊബൈലിൽ നിന്ന് ഒരു SMS അയക്കുക. ഇനി അതുമല്ലെങ്കിൽ ഇതിൻ്റെ KYM എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പുണ്ട്. നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്നും ആൻഡ്രോയിഡ് സ്റ്റോറിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നതാണ്. ആ ആപ്പ് വഴിയോ, അതുമല്ലെങ്കിൽ ഈ പോർട്ടലിൽ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യാറ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് സിമ്പിളായിട്ട് ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ആ പോർട്ടലിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ക്യാപ്ച എൻ്റർ ചെയ്യുക. ദെൻ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. മൊബൈൽ നമ്പർ നിങ്ങൾക്ക് ഏത് മൊബൈൽ നമ്പറും കൊടുക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ നമ്പർ ആരെങ്കിലും OTP വരും. ജസ്റ്റ് ഒരു ഒതൻറ്റിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ്. മൊബൈൽ നമ്പർ കൊടുത്ത് വെരിഫൈ OTP കൊടുത്തു കഴിഞ്ഞാൽ താഴെ നിങ്ങളുടെ IMEI നമ്പർ എൻ്റർ ചെയ്യാൻ പറയും. അവിടെ നിങ്ങൾ IMEI നമ്പർ എൻ്റർ ചെയ്യുക. ദെൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ IMEI നമ്പർ പ്രകാരം ഈ ഫോണ് ബ്ലാക്ക് ലിസ്റ്റഡ് ആണോ അല്ലേ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും ഡിവൈസ്, ഏതെങ്കിലും ഫോണ് മോഷണം പോയിട്ട് അത് വിൽക്കാൻ കൊടുത്തതാണെങ്കിൽ അവർ ആ മോഷണം പോയ ആ ഫോണിൻ്റെ യഥാർത്ഥ ഉടമസ്ഥന് അത് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെ IMEI ഈസ് ബ്ലാൻഡ് എന്നോ അതല്ലെങ്കിൽ ബ്ലോക്കഡ് IMEI ആണെന്നുള്ളത് കാണിക്കും. ഇപ്പോൾ ഈ IMEI നമ്പർ വാലിഡായ IMEI നമ്പറാണ്. അപ്പോൾ ഈ ഫോൺ വാങ്ങിക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ പ്രോബ്ലം ഇല്ല എന്നാണ് പറയുന്നത്. സോ ഇതുപോലെ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങുമ്പോൾ ഈ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളൊക്കെ നിങ്ങളും അതിൻ്റെ ഭാഗവത്താവും. നമ്മളതിൽ പ്രതികളല്ല എന്നുണ്ടെങ്കിലും, പക്ഷെ നമ്മളത് അവിടെ നിന്ന് വാങ്ങിച്ചത് കാരണം നമ്മളും പിന്നെ അതിൻ്റെ പിറകെ നടക്കേണ്ടി വരും. നമ്മുടെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ പിന്നെ അതിന് പ്രശ്നമാവും. അപ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും സെക്കൻഡ് ഹാൻഡ് ഫോൺ എടുക്കുന്നവർ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.